ഹായ് ഫ്രണ്ട്സ്, എന്താണ് HDMI ARC എന്നും അതെങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടതെന്നും കാണിക്കുന്ന ഒരു ചെറിയ ഡെമോയുമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത്. വീഡിയോ ഫുള്ളായി കാണൂ. ആദ്യം തന്നെ എന്താണ് HDMI ARC കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് നോക്കാം. HDMI എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ARC എന്ന് പറഞ്ഞാൽ ഓഡിയോ റിട്ടേൺ ചാനൽ എന്നാണ്. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം ഓഡിയോ റിട്ടേൺ ആയി വരുന്ന ഒരു മെത്തേഡാണെന്ന്. എന്നാൽ അതെന്താണ്, എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ കയ്യിൽ ഒരു ഹോം തിയേറ്ററോ AVRോ സൗണ്ട് ബാറോ അല്ലെങ്കിൽ ആംപ്ലിഫയേഴ്സ് എന്തെങ്കിലും ഉണ്ടെന്ന് വിചാരിക്കൂ. കുറച്ചു കാലം മുമ്പ് വരെ എങ്ങനെയാണ് നമ്മൾ നമ്മുടെ എക്യുപ്മെൻറ്റ് ലൈക്ക് DVD പ്ലെയർ ഓർ സെറ്റ് ടോപ്പ് ബോക്സ് ഹോം തിയേറ്ററിൽ കണക്ട് ചെയ്തിരുന്നത്? RCA കേബിൾസ് വഴിയോ ഒപ്റ്റിക്കൽ വഴിയോ കോയാക്സിയൽ കേബിൾ വഴിയോ ഒക്കെ ആയിരിക്കാം. ഇപ്പോഴാണെങ്കിൽ HDMIയിലേക്ക് നേരിട്ട് കൊടുത്താൽ മതി. ഇനി നമ്മുടെ കയ്യിൽ ഒരു TV ഉണ്ട്. അതിലെ ഓഡിയോ ഒരു സൗണ്ട് ബാറിലേക്കോ ഹോം തിയേറ്ററിലേക്കോ കിട്ടാൻ സാധാരണയായി ആദ്യം പറഞ്ഞ പോലെ RCA കേബിൾ ഓർ ഡിജിറ്റൽ ഓഡിയോ കേബിൾസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ ഒന്നിലധികം കേബിൾസ് യൂസ് ചെയ്യേണ്ടതായിട്ടും വരാം. ഇവിടെയാണ് HDMI ARCയുടെ പ്രസക്തി. ഒരു സിംഗിൾ HDMI കേബിളിലൂടെ തന്നെ നമുക്ക് TVയുടെ സൗണ്ട് നമ്മുടെ ഹോം തിയേറ്ററിലേക്ക് എത്തിക്കാൻ സാധിക്കും. പക്ഷേ ഇതിനു വേണ്ട പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ സോഴ്സ് എക്യുപ്മെൻറ്റും ടാർഗറ്റ് എക്യുപ്മെൻറ്റും ARC ഇനേബിൾഡ് ആയിരിക്കണം എന്നാണ്. ഇപ്പോൾ ഇറങ്ങുന്ന ഒട്ടുമിക്ക എല്ലാ TVയും ഓഡിയോ എക്യുപ്മെൻറ്റും HDMI ARC ഇനേബിൾഡ് ആണ്. ഇനി എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടതെന്ന് പറയാം. TVയിലെ HDMI ARC ഇൻപുട്ട് കണ്ടുപിടിക്കുക. യൂഷ്വലി ARC എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. HDMI കേബിൾ അതിലേക്ക് കണക്ട് ചെയ്യുക. രണ്ടാമതായി ഹോം തിയേറ്ററിലെ അല്ലെങ്കിൽ സൗണ്ട് ബാർ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എക്യുപ്മെൻറ്റ്, ഏതാണോ നിങ്ങളുടെ ഓഡിയോ എക്യുപ്മെൻറ്റ്, ആ ഓഡിയോ റിസീവിംഗ് എക്യുപ്മെൻറ്റ്സിലേക്ക് TVയുടെ HDMI ARCയിൽ കണക്ട് ചെയ്ത HDMIയുടെ മറ്റേ എൻഡ് റിസീവറിൻ്റെ HDMI ARC പോർട്ടിലേക്ക് കണക്ട് ചെയ്യുക. രണ്ടാമതായി ശ്രദ്ധിക്കേണ്ടത് TVയും ഓഡിയോ എക്യുപ്മെൻറ്റിലെയും HDMI ARC എന്നുള്ള ഓപ്ഷൻ സെറ്റിങ്സിൽ പോയി HDMI ARC എന്നുള്ളത് ഓൺ ചെയ്ത് വയ്ക്കുക. ചില എക്യുപ്മെൻറ്റിൽ HDMI CEC എന്നുള്ള ഓപ്ഷൻ ആയിരിക്കാം കാണുന്നത്. അത് ഓൺ മോഡിൽ സെലക്ട് ചെയ്ത് വയ്ക്കുക. ഓഡിയോ എക്യുപ്മെൻറ്റിൽ HDMI ARC ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇനി TVയിൽ വരുന്ന എല്ലാ ഓഡിയോയും നിങ്ങൾക്ക് നിങ്ങളുടെ ഓഡിയോ എക്യുപ്മെൻറ്റിൽ കേൾക്കാൻ സാധിക്കും. നിങ്ങളുടെ TV ഒരു ആൻഡ്രോയിഡ് TV ആണെങ്കിൽ അതിൽ പ്ലേ ചെയ്യുന്ന നെറ്റ്ഫ്ലിക്സ് ഓർ പ്രൈം വീഡിയോ മൂവീസ് എല്ലാം ഹൈ ക്വാളിറ്റിയിൽ നമ്മുടെ ഹോം തിയേറ്ററിൽ ലഭിക്കുന്നതാണ്. അതുമാത്രമല്ല TVയിലെ മറ്റു HDMI പോർട്സിൽ കണക്ട് ചെയ്തിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് ലൈക്ക് സെറ്റ് ടോപ്പ് ബോക്സ്, ഗെയിമിംഗ് കൺസോൾ, ബ്ലൂറേ ഓർ DVD പ്ലെയർ ഇവയുടെ ഓഡിയോ HDMI ARC വഴി HDMI കേബിളിലൂടെ സൗണ്ട് ബാറിലേക്കോ ഹോം തിയേറ്ററിലേക്കോ എത്തിക്കാൻ സാധിക്കും. HDMI ARCയുടെ പ്രത്യേകത HDMI ARCക്ക് ഡോൾബി ട്രൂ HD, DTS HD മാസ്റ്റർ ഓഡിയോ മുതലായ ഹൈ റെസൊല്യൂഷൻ ഓഡിയോ പാസ് ചെയ്യാൻ സാധിക്കും. അതും ഒരൊറ്റ HDMI കേബിളിലൂടെ. ഇനി നിങ്ങൾക്കായി ഇതെങ്ങനെ കണക്ട് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ചെറിയ ഡെമോ വീഡിയോ കാണിക്കാം. ദയവായി അത് കണ്ടു നോക്കൂ. നിങ്ങൾക്ക് ഒരു ഐഡിയ ലഭിക്കുന്നതാണ്. ഓക്കെ, ആദ്യം ചെയ്യേണ്ടത് HDMI ARC ഏത് HDMI പോർട്ടിലാണെന്ന് കണ്ടുപിടിക്കുക. എൻ്റെ TVയിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം രണ്ടാമത്തെ പോർട്ടിലാണ് HDMI ARC ഉള്ളത്. ഇത് എൻ്റെ കയ്യിലെ ബ്ലൂറേ DVD പ്ലെയറാണ് സോണിയുടെ. ഇത് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് നിങ്ങളുടെ കയ്യിലും ഇതുപോലുള്ള എന്തെങ്കിലും തരത്തിലുള്ള പ്ലെയർ ഉണ്ടാവും. അപ്പോൾ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ നിങ്ങൾക്ക് കാണാം HDMI ഔട്ട്, അവിടെ ARC എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അതുപോലെ ഇത് ഹർമാൻ കാർഡിൻ്റെ വേറൊരു ബ്ലൂറേ പ്ലെയറാണ്. ബ്ലൂറേ പ്ലെയറും ഒരു AVRും കൂടിയാണ്, ഒരു മിനി AVR കൂടിയാണ് ഈ പ്ലെയർ. ഇവിടെയും നിങ്ങൾക്ക് കാണാം HDMI ഔട്ട്. സാധാരണ ഔട്ട്പുട്ട് പോർട്ട് കാണിക്കുന്നത് ഇത്തരത്തിലുള്ളൊരു കളർ ഷെയ്ഡിലാണ്. ബാക്കി ഇതെല്ലാം ബ്ലാക്കിൽ നിങ്ങൾക്ക് കാണാം. ഇതെല്ലാം ഇൻപോർട്ടാണ്. ഇനി ഞാൻ ഈ പോർട്ടിലേക്ക് HDMI കേബിളിൻ്റെ മറ്റേ എൻഡ് കണക്ട് ചെയ്യുകയാണ്. ഓൾറെഡി TVയുമായി കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി അതിൻ്റെ മറ്റേ എൻഡ് ഇവിടെയും കണക്ട് ചെയ്തു. നെക്സ്റ്റ് TVയും ഹോം തിയേറ്ററും ഓൺ ചെയ്യുക. ഹോം തിയേറ്റർ ഓൺ ചെയ്തു. TVയിൽ ഏത് പോർട്ടാണോ HDMI ARC ആ പോർട്ട് സെലക്ട് ചെയ്തുകൊണ്ട് കണക്ട് ചെയ്ത പ്ലെയർ പ്രോപ്പറായി വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. യെസ്, നമ്മുടെ കണക്ഷനെല്ലാം ഓക്കെയാണ്. ഇപ്പോൾ പ്ലെയറും TVയും തമ്മിൽ പ്രോപ്പറായി കണക്റ്റഡായി. ഇനി ചെയ്യേണ്ടത് ഹോം തിയേറ്ററിലെ സോഴ്സ് ബട്ടൺ HDMI ARC ഓപ്ഷൻ വരുന്നതുവരെ കണ്ടിന്യൂസ് ആയി പ്രസ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ നമ്മൾ HDMI ARC സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്.
രണ്ടാമതായി ടി വിയിലും സെറ്റിങ്സ് മാറ്റേണ്ടതുണ്ട്. അതിന് മുൻപായി ടി വിയിൽ ഏതെങ്കിലും ഓഡിയോയോ വീഡിയോയോ പ്ലേ ചെയ്ത് നോക്കാം. ഇത് നിങ്ങൾക്ക് കാണിക്കാനായി വെറുതെ ഒന്ന് ചെക്ക് ചെയ്യുന്നു മാത്രം. ഇവിടെ ഈ വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ കേൾക്കുന്ന സൗണ്ട് ടി വിയിൽ നിന്നാണ്. ഇനി നമുക്ക് ടി വി സെറ്റിങ്സിൽ പോയി സൗണ്ട് ഔട്ട്പുട്ട് HDMI ARC സെലക്ട് ചെയ്യണം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ചില കാര്യം, ചില പ്ലേയേഴ്സിൽ, ചില ടി വികളിൽ HDMI ARCയോട് കൂടി തന്നെ HDMI CEC എന്നുള്ള ഓപ്ഷൻസും ഉണ്ടായിരിക്കാം. അതും കൂടി സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇപ്പോൾ ടി വിയിലും ഹോം തിയേറ്ററിലും നമ്മൾ HDMI ARC ഓപ്ഷൻ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. കൂടാതെ HDMI CEC സെലക്ട് ചെയ്യേണ്ട മോഡലുകളിൽ CECയും ഓൺ ചെയ്ത് വയ്ക്കുക. ഇവിടെ ഇപ്പോൾ കാണാം, റിമോട്ടിൽ ഞാൻ വോളിയം പ്ലസ് മൈനസ് ചെയ്യുമ്പോൾ ഒന്നും വർക്കാവുന്നില്ല. കാരണം സൗണ്ട് ഔട്ട് സെലക്ട് ചെയ്യുന്നത് ARC ആണ്. ഇപ്പോൾ സൗണ്ട് എല്ലാം നമ്മുടെ ഹോം തിയേറ്ററിലേക്കാണ് പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചില ടി വി മോഡലുകളിൽ ഇൻറ്റേർണൽ സ്പീക്കേഴ്സ് പ്ലസ് HDMI ARC എന്നുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഹോം തിയേറ്ററിലും ടി വിയിലും നമുക്ക് സൗണ്ട് കേൾക്കാവുന്നതാണ്. ഇവിടെ ടി വിയിൽ ഞാൻ ചെയ്ത വീഡിയോയുടെ ഓഡിയോ കേൾക്കുന്നത് ടി വിയിൽ നിന്നല്ല. കാരണം ടി വിയിലെ സൗണ്ട് ഞാൻ കംപ്ലീറ്റ് ഓഫ് ചെയ്തു. ഇപ്പോൾ കേൾക്കുന്നത് ഹോം തിയേറ്ററിൻ്റെ സ്പീക്കേഴ്സിൽ നിന്നാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഗൈസ്.